സാമൂതിരി രാജാക്കന്മാരുടെ ഉപാസനാമൂർത്തിയായിരുന്ന കോഴിക്കോട് വളയനാട് ദേവിയുടെ ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ദേവിയുടെ വളയെറിഞ്ഞാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് എന്നാണ് സങ്കല്പം. 14-ാം നൂറ്റാണ്ടിലാണ് സാമൂതിരി രാജാവ് ഈ ക്ഷേത്രം സ്ഥാപിച്ചത്. പരശുരാമൻ സൃഷ്ടിച്ച 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാണ് വളയനാട് ക്ഷേത്രം എന്നും വിശ്വസിക്കപ്പെടുന്നു. മകരമാസത്തിൽ നടത്തപ്പെടുന്ന ഉത്സവം വളരെ വ്യത്യസ്തതയോടെയാണ് ആഘോഷിക്കപ്പെടുന്നത്. നവരാത്രി ഉത്സവാഘോഷങ്ങളും പ്രധാനം. ഇത് പ്രദേശവാസികളുടെ പ്രധാന ആത്മീയ കേന്ദ്രമാണ്. കൂടാതെ ഇവിടുത്തെ ശാന്തമായ അന്തരീക്ഷം സന്ദർശകർക്ക് ആത്മീയ ഉന്മേഷം നൽകുന്നതുമാണ്. വളയനാട് അഷ്ടമാതൃക്കളുടെ കാവാണ്. ശാക്തേയ കാവുകൾ കേരളത്തിൽ 11 എണ്ണമേ ഉള്ളൂ. അതിലൊന്നാണ് വളയനാട് ദേവീക്ഷേത്രം. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് ഭിന്നമായി ശാക്തേയ കാവുകളുടെ സവിശേഷത ഒരേ മതിൽക്കകത്ത് തന്നെ ഭദ്രകാളി, സപ്തമാതൃക്കൾ, ശിവൻ, ക്ഷേത്രപാലൻ എന്നീ ദേവതകളുടെ പ്രതിഷ്ഠകൾ കാണാമെന്നുള്ളതാണ്. ഇങ്ങനെയുള്ള കാവിനെ രുചിജിത്ത് കാവ് എന്ന് വിളിച്ചു പോരുന്നു. ഓം മഹാകാളിയേ നമഃ.